ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടെർബോ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ എല്ലാവരും ഏറെ പ്രിയപ്പെട്ട രാജേട്ടൻ, അഞ്ജന ചേച്ചി, ശബരി ചേട്ടൻ ആൻഡ് നിരഞ്ജന. വെൽക്കം ടു ഷോ. താങ്ക് യു. ഇങ്ങനെ ആരെയും തുടങ്ങി 4 പേരും നല്ല സുന്ദരൻ സുന്ദരിമാരായിട്ട് ഭയങ്കര ആക്ച്വലി മമ്മൂക്ക സുന്ദരനാണ്. അത് മലയാളത്തിൽ ഇന്നും വേറെ ആരുമില്ല പകരം വെക്കാം. മമ്മൂക്കായെ പോലെ ഒരു സുന്ദരൻ വേറെ ആരുമില്ല. എന്നാലും നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമാണ്. അപ്പൊ നമുക്ക് അതെ അതെ ഞാൻ പറയുമ്പോ തിരിച്ചു വന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് ആദ്യമേ രാജേട്ടനെയും തുടങ്ങാം. Your first film, right? In Malayalam, this was your first film. Yeah. ഞാൻ കറക്റ്റ് മലയാളത്തിൽ വേണം ഇംഗ്ലീഷ് വേണം എങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവും അല്ലേ? അതെ പിന്നെ സംസാരിക്കുകയും ചെയ്യും. ആണല്ലേ? പാട്ടും പാടും മലയാളത്തിൽ പാട്ട് പാടുവോ? വേണോ ഒരു പാട്ടേയും തുടങ്ങാം. ബ്രോ കം ഓൺ ബ്രോ. അതെ റിപ്പീറ്റ് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യും. എല്ലാരും ചൊല്ലുന്നു എല്ലാരും ചൊല്ലുന്നു നെല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ. Oh, you know this song. Super. I didn't expect this much from your side. Thank you so much. Wait, I repeat. Expect the unexpected. I didn't expect that. എന്താ? Expect the unexpected. Oh, expect that unexpected. Even that she didn't expect. Yeah, I didn't expect. Anyway, എന്താ മൂവിയെ പറ്റി പറയാനുള്ളത്? ചെറിയ ക്യാരക്ടർ എല്ലാം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് എല്ലാ കഥയും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തില്ല. നമുക്ക് പടം റിലീസ് ചെയ്യാം. പെൻഡ്രൈവിൽ നമുക്ക് കൊടുത്താൽ കഴിഞ്ഞാൽ തീർന്നു. വേണ്ട, ഞങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്തോളാം. അപ്പൊ അടുത്ത ചോദ്യം. എന്നാലും മൂവിനെ പറ്റി 2 വാക്ക്. എന്റെ ക്യാരക്ടർ പേര് വെറ്ററിനറി ഷൺമുഖ സുന്ദരം. Okay. When Vaishak sir narrated this character, I was very fascinated by him. ഇത്ര വലിയ സ്കെയിലിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം അതെനിക്ക് I didn't know how to do that. But the one thing that trusted was the technicians who were guiding me were so very good, including Vaishak, headed by Vaishak. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. But all the credits of this film or like my character, I will definitely give it to Mammootty Company and Mammootty sir and Vaishak and all the other teammates who have done such a fabulous job and we stood with them, that's all. അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് മൂവിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷം വരാം. അതിനു മുമ്പ് ബാക്കി നമ്മുടെ സുന്ദരനും സുന്ദരിമാരോടും 1-2 ചോദിച്ചില്ലെങ്കിൽ ആദ്യമേ പറഞ്ഞ ചിലപ്പോൾ അവർ തിരിച്ചു പറഞ്ഞാലോ ഞാൻ സുന്ദരിയല്ലെന്ന്. അഞ്ജന ചേച്ചിയും തുടങ്ങാം. യെസ്, എനിക്കൊന്ന് പാച്ചു അത്ഭുത വിളക്കിന് ശേഷം മെഗാസ്റ്റാറിന്റെ കൂടെ നായികയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിൽ കിട്ടിയത്, ടെർബോ. അപ്പം മലയാളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് മെഗാസ്റ്റാറിന്റെ കൂടെ ഒരു നായിക വേഷം ഇതുവരെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. എന്നാലും മൂവിയുടെ നായിക മൂവിയുടെ നായിക മെഗാസ്റ്റാറിന്റെ കൂടെയാണ്, മെഗാസ്റ്റാറിന്റെ നായികയല്ല, മൂവിയിലെ നായിക. അപ്പൊ മൂവിയുടെ നായിക എന്താ പറയാനുള്ളത് ടെർബോയെ പറ്റി? എന്താണ്, വളരെ സന്തോഷം. പാച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹംസധ്വനി കഴിഞ്ഞിട്ട് ഇതുപോലൊരു വലിയ പ്രോജക്റ്റിലോട്ട് വിളിച്ചതിനും, ഇങ്ങനെ ഒരു ഇന്ദുലേഖ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്, അത് ചെയ്യാൻ പറ്റിയതിനും, എന്താ പറയുക, ഒരു 2-3 പടത്തിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ ഒരൊറ്റ പടം കൊണ്ട് പരിചയപ്പെടാൻ പറ്റി. അതിൽ വളരെ സന്തോഷം, വെരി ഹാപ്പി. മലയാളം, തമിഴും തെലുങ്കും എല്ലാം ഒരു സൗത്ത് ഇന്ത്യൻ കൊളാബറേഷൻ ആയിരുന്നു ടെർബോ. ഹിന്ദി പോലെ ഉണ്ട്, കന്നഡ പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ, ഹിന്ദി ആർട്ടിസ്റ്റും ഉണ്ട്. കുറെ ആർട്ടിസ്റ്റുകളുടെ ഇതാണ് ആർട്ടിസ്റ്റ് ലിസ്റ്റ് എടുത്ത്. അതെ ഒരുപാട് പേരുണ്ട്. ടെർബോ വളരെ സന്തോഷം. എന്റെ ക്യാരക്ടറിന്റെ പേര് ജെറി എന്നാണ്. നമ്മുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ബിഗ് ബിക്കകത്ത് മമ്മൂക്ക ചേട്ടനും ബാക്കി അനിയന്മാരുമാണ് ബിഗ് ബിക്കകത്ത്. ഇതിൽ വരുമ്പോ മമ്മൂക്ക എനിക്കൊന്ന് ചേട്ടനല്ലെന്ന് തോന്നുന്നു അല്ലെ, കൂട്ടുകാരൻ, ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന ഇതാണ്. ആ നാട്ടിലെ ഒരു പ്രമുഖ ചേട്ടനാണ് ടെർബോ ജോസ്. പിള്ളേരെന്ന് പറയുമ്പോ നിങ്ങള് ഒരു ജീപ്പിൽ എപ്പോഴും നിങ്ങളെ ഉള്ളല്ലോ, നിങ്ങളാണോ ഫുൾ ടൈം ജീപ്പിലുള്ളത്? അത് ടെർബോ ജോസ് ജീപ്പിന്റെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ടെർബോ ജോസിന്റെ വളരെ അടുത്ത
സുഹൃത്തുക്കളിൽ ഒരു പ്രധാന ക്യാരക്ടറാണ് ജെറി എന്ന് പറയുന്നത്. വേറെയും സുഹൃത്തുക്കളുണ്ട്. ഇതിൽ വളരെ എടുത്തു നിൽക്കുന്ന ഒരു ചേട്ടനനിയൻ ബന്ധമുണ്ട്. അതെ 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 അതെ. പിന്നെ ഇതിൻ്റെ അകത്ത് നത്ത്, നമ്മുടെ എബിൻ ഒരു ക്യാരക്ടർ, ഈ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ പേരുണ്ട് ആദർശ്, ഇതിൻ്റെയൊക്കെ RDXൻ്റെയും കാതലിൻ്റെ ഒക്കെ കോറൈറ്റർ ആയിട്ടുള്ള ആദർശ് ഉണ്ട്. രാഹുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണാന്തിൻ്റെ പടത്തിലെ ആംഫിബിയനായിട്ട് അഭിനയിച്ചില്ല, ആവാസ വ്യൂഹത്തിൽ. കൃഷ്ണാന്തിൻ്റെ പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. വൃത്താകൃതിയിലുള്ള ചതുരത്തിലൊക്കെ മെയിൻ ക്യാരക്ടർ ചെയ്ത രാഹുൽ. ഞങ്ങളാണ് ഒരു ടർബോ ജോസിന്റെ ഗ്യാങ്ങിലെ മെയിൻ കോർ മെമ്പേഴ്സ്. അതാണ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ പറയാൻ. അതെ അതെ. ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതെ. വരൂ. എനിക്കൊന്ന് ട്രെയിലറിനകത്ത് നിരഞ്ജനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ കാണിക്കുന്നില്ല. പക്ഷെ പോസ്റ്ററിൽ നിറഞ്ഞ് അങ്ങ് നിൽക്കുക അല്ലേ? എന്റെ ചുറ്റുമുള്ള പോസ്റ്റേഴ്സ് നോക്കിയാൽ മതി, എല്ലായിടത്തും നിങ്ങളുടെ രണ്ടുപേരും തലയുണ്ട്. എന്റെ തല ഇല്ലേ? അയ്യോ എന്റെ തല എവിടെ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്ന് ഫോട്ടോ എടുക്കാം. ആരാണ് ഈ പോസ്റ്റർ ചെയ്തത്? അതെ, നമ്മള് കംപ്ലൈന്റ് പറയുന്നത് ആയിരിക്കും. ആരും ശ്രദ്ധിച്ചില്ലല്ലോ. തലയില്ലാത്തല്ലേ? നമുക്കത് പറയാം. അപ്പൊ നിരഞ്ജന ഭയങ്കര, എനിക്ക് തോന്നുന്നു, എനിക്ക് നിരഞ്ജന മാത്രമല്ല അഞ്ജലി ചേച്ചി നിരഞ്ജന ഭയങ്കര സിമ്പിള്, എന്നാ ടു ബി ഫ്രാങ്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്. നല്ല ഭംഗി മുടിയൊക്കെ കഴിച്ചിട്ട് സുന്ദരിമാരെ പോയിട്ട് വന്നിട്ടുണ്ട്. യെസ്, താങ്ക് യു. തുടക്കം തൊട്ടേ ഈ സുന്ദരൻ സുന്ദരി അടിക്കുന്നുണ്ടല്ലോ. അല്ല, പതപ്പിക്കുന്നുണ്ട്, നല്ലോണം പതപ്പിക്കുന്നുണ്ട്. ഇട്ട് തരണേ പ്ലീസ്. അത് മേ ബി മിസ്റ്റർ ആൻഡ് മിസ്സസ്, മിസ് സോറി മിസ് സോറി മിസ്. ഓക്കെ, നിരഞ്ജനയുടെ ക്യാരക്ടർ എന്താണ് ടർബോയില്? സിത്താര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. എന്നെ ട്രെയിലറിൽ just started. She will come in the vehicle very gently. She will finish. Come, continue. I'll support you. Yeah, that would be of help. ട്രെയിലറിൽ കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കണ്ടന്റ് കുറച്ച് പറഞ്ഞതുപോലെ കഥയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതിനോട് റിലേറ്റഡ് ആണ് എന്റെ ക്യാരക്ടർ. അപ്പം അതിനെപ്പറ്റി ഒന്നും പറയാനുള്ള അവസ്ഥയിലല്ല. മൂവിയിലുണ്ടോ അതോ? ഇല്ല, ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് മൂവിയിലെ. ക്രൂഷ്യൽ റോളാണ്, ചെറുതാണെങ്കിലും വലുതാണ്. ഓക്കെ ഓക്കെ, നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന വിധത്തിലുള്ള ഒരു റോളാണ്. അതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല അല്ലേ? ട്രെയിലറിലൊന്നും കാണിക്കാൻ പിന്നെ ഓർത്ത് വെക്കാൻ സാധിക്കോ ഇല്ലയോ അതൊന്നും നമുക്കിപ്പോ അറിയില്ല. അപ്പൊ ആവട്ടെ. എനിക്കൊന്ന് കുറെ ഗ്യാപ്പിന് ശേഷമാണ് ടർബോയിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം ഇതിലേക്ക് വന്നപ്പോൾ ഈ ഒരു ക്യാരക്ടർ സിത്താര എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വന്നപ്പോൾ എന്തൊക്കെ, പ്രത്യേകിച്ച് മമ്മൂക്കാന്റെ കൂടെ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സ്പെക്ടേഷൻ, എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തത്? ഇത് പറഞ്ഞതുപോലെ പുത്തമ്പണത്തിന് ശേഷം ഇപ്പൊ ടർബോയിലാണ് കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. എനിക്ക് മമ്മൂട്ടി കമ്പനി തുടങ്ങിയതിന് ശേഷം എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വിസ്മയ ഡബിങ് സ്റ്റുഡിയോ. അപ്പം മമ്മൂക്ക എപ്പോഴൊക്കെ ഡബ് ചെയ്യാൻ വരുന്നു ഞാൻ വെറുതെ പോവും, ഒന്നില്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ. ഒരു പരിചയം ഒന്ന് പുതുക്കി വെക്കാൻ തീർച്ചയായിട്ടും. അപ്പൊ യാതൊരു തെറ്റുമില്ല, ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പണി കിട്ടുള്ളൂ. അതെ, സത്യം. അതെ, ചോദിച്ചിട്ടാണ് അല്ലേ സിത്താര? അല്ല, മുട്ടുവേൻ അന്വേഷിപ്പേൻ തുറക്കും അങ്ങനൊക്കെ അല്ലേ പറയാ, മുട്ടുവേൻ തുറക്കപ്പെടും. അതെ, അപ്പൊ കൊറേ തവണ മുട്ടാൻ പോവും, ഇടക്കിടക്ക് മുട്ടാൻ പോവും. അവസാനം എനിക്ക് നിനക്കെന്ത് എവിടെയാണ് ജോലി, നീ എന്തെവിടെയാണ് ചോദിക്കുമായിരുന്നു. അപ്പൊ മമ്മൂട്ടി കമ്പനി തുടങ്ങിയതിന് ശേഷം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് മമ്മൂട്ടി കമ്പനിന്റെ അടിയിൽ വരുന്ന ഒരു സിനിമയിൽ ചെയ്യണം എന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് പറ്റുന്ന എന്തെങ്കിലും വേഷം ഉണ്ട്? നിനക്ക് പറ്റുന്നൊന്നുമില്ല, ഇതാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നൊരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈശാഖേട്ടൻ വിളിച്ചു, ഇങ്ങനെ സിത്താര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ടർബോയിൽ ചെയ്യണം. അപ്പോൾ കേൾക്കുന്ന പേരുകൾ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക ടർബോ ജോസ് ആയിട്ട് ചെയ്യുന്നു, മിഥുൻ മാനുവൽ തോമസ്, വൈശാഖേട്ടൻ. കണ്ണും പൂട്ടി എന്താണെങ്കിലും കുഴപ്പമില്ല, 1 മിനിറ്റോ വെറുതെ നടന്നു പോകാനാണെങ്കിൽ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്ന വലിയ ക്യാൻവാസിലുള്ള സിനിമകളുടെ ഭാഗമാവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതില് കൂടുതലും നമ്മുടെ പ്രസക്തി അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട എനിക്ക് അങ്ങനെയൊന്നും ആലോചിക്കാൻ തോന്നിയിട്ടേ ഇല്ല. നമ്മളവിടെ വലിയൊരു വണ്ടർ കാണാൻ വേണ്ടി വരികയാണ്, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി മമ്മൂക്ക. അപ്പം ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. ഓക്കെ, ആരോട് ചോദിക്കണം? എന്താ ചോദ്യം എന്ന് വെച്ചാൽ ഞാൻ പറയാം, ആരോട് ചോദിക്കണം?
ആരോട് ചോദിക്കണം എന്നുള്ള ഡൗട്ടല്ലേ ഉള്ളൂ. ഇല്ല ഡൗട്ട് ഇല്ല, ഞാൻ ചോദിച്ചുള്ള രാജേട്ടനോട് തന്നെ ചോദിക്കാം. രാജേട്ടൻ രാജേഷ് രാജ് എന്റെ പേര് രാജേഷാണ് actually. രാജേഷ് എന്നാണ് ഫുൾ നെയിം. ഓക്കെ. അപ്പൊ രാജ്ബി ഷെട്ടി അതെന്റെ അച്ഛൻ്റെ പേര്. വേണോ വേണ്ടല്ലേ? അത് എൻ്റെ ആക്ച്വലി രാജേഷ് ബി എൻ്റെ പേരാണ്. പക്ഷേ ഞാൻ ഒരു RJ ആയിരുന്നു. അപ്പോൾ എൻ്റെ ബോസ് എൻ്റെ പേര് വെട്ടി. എന്താ അത് രാജേഷ്, ഇതാണ് എൻ്റെ പേര് രാജ്. അപ്പൊ രാജായി. അതിനുശേഷം ആ സിനിമക്ക് വന്നു. ഇപ്പൊ എങ്ങനെ എൻ്റെ പേര് എങ്ങനെ വെക്കുക? രാജ്. ഓക്കെ, ഇറ്റ്സ് വെരി സ്മോൾ. രാജേഷ് ആർക്കും അറിയില്ല. RJ ഇത് രാജേഷ് ആരെന്ന് അറിയില്ല. എന്താ ചെയ്യാ? ഓക്കെ, രാജ് ബി. രാജ് ബി എൻ്റെ അച്ഛൻ്റെ സർനെയിം എടുത്തിട്ട് അവിടെ ഇട്ടു. രാജ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഇന്ത്യ ഫുള്ള് ആഘോഷം. രാജ്, രോഹിത്, രാഹുൽ തന്നെയായിരുന്നല്ലേ ഹിന്ദിയിൽ. രാജേഷ് 3 പേരേ ഉള്ളൂ. രാജേഷും. അതെ, അപ്പൊ കറക്റ്റാ. ഞാൻ എന്നാലും രാജ് ചേട്ടാ എന്നാ വിളിച്ചത്. രാജേഷ് ചേട്ടാണെങ്കിൽ കറക്റ്റ്. എന്നാലും ഇഷ്ടപ്പെട്ടല്ലോ, എനിക്ക് സന്തോഷമായി ഇങ്ങനെ വിളിച്ചാലും. ഓക്കെ, രാജേട്ടൻ മലയാളത്തിലോട്ട് വന്നപ്പോ ഈ പറഞ്ഞ ഫസ്റ്റ് മൂവിയാ. ഓരോ പ്രിപ്പറേഷൻ, എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ഇതിനു വേണ്ടി ചെയ്തത്? ടർബോയ്ക്ക് വേണ്ടി ഡയറ്റ് എടുത്തു. അതെ ഡയറ്റ് എടുത്തു. പിന്നെ ഹെലികോപ്റ്റർ ഓടിക്കാൻ പഠിച്ചു. അതെ വീഡിയോ കളിക്കാൻ പഠിച്ചു. അത് ജമ്പ് പഠിച്ചു. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചു. സീരിയസ് ആയിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. ട്രെയിലർ സ്വിമ്മിങ്, സ്മോക്കിംഗ്, ശരിക്കും അതെ, കരാട്ടെ, ജൂഡോ, പിന്നെന്തുണ്ട് അല്ല, നിങ്ങൾ ഒരുമിച്ചായിരുന്നു ഇതൊക്കെ ചെയ്തത്, പഠിച്ചത് ആണോ? ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്, വളർന്നതൊക്കെ കർണാടക സ്കൂളിൽ സ്കൂളിന്റെ പേരും കൂടെ ഒന്ന് പറയൂ. പിന്നെ ഇനി അവർക്ക് പ്രശ്നവും. അല്ലല്ലേ, അവർ ഇന്റലിജന്റ് ആയ. അതെ അല്ലേ? ഈ ചോദിച്ചോളൂ എന്താ. അതെ, ഇപ്പോ എന്തൊക്കെ പ്രിപ്പറേഷൻ ഇതിന്റെ വലിയ എപ്പോഴും ഒരു ക്യാരക്ടറുടെ ബോഡി, പിന്നെ അവന്റെ ബോഡി ലാംഗ്വേജ്, അവന്റെ സൈക്കോളജിയിൽ നിന്ന് വരും. അവൻ എത്ര കോൺഫിഡൻറ്റ്, അങ്ങനെ അവൻ നടക്കും. So every movement, whether it's very choppy or whether it's so fluid, it's because of the person who is thinking inside. So ipo Vetrivel Shanmugasundaram, he's a very confident man, and to be that confident and to be completely okay with what he is and what he does, I had to think like him. Okay. So that is one thing like I was trying to do, in the sense like, you know, visualize and think how he would operate, how he would think. Like then of course there is a director to guide me. അല്ല, ഈ ശബരീഷേട്ടനും രാജേട്ടനും ഒരുമിച്ച്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫ്രെയിമിൽ വരുന്നുണ്ടോ? സീൻസ് വരുന്നില്ല. അപ്പം സെറ്റിൽ ഒരു ഫ്രെയിമിൽ വരുന്നു ഇപ്പോഴാ. അതെ, പ്രൊമോഷൻസ്. പക്ഷേ ഇടയിൽ വേറെ ആണല്ലേ? ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾക്കും കോമ്പിനേഷൻ ഉണ്ട്. ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങൾക്കില്ല. നിങ്ങൾ തമ്മിലുണ്ടോ? ഇല്ല. ഷെട്ടിയായിട്ട് ആ കൂടെ No, കോമ്പിനേഷൻ. she's trying to decode the story. അത് ശരി. ഞങ്ങൾക്കും ഇവർക്കും ഒരു one scene ഉണ്ട്. Yeah, we have 3 passing shot. Yeah. Now guess the story. അപ്പൊ നിങ്ങൾ തമ്മിലായിരുന്നു സീൻസ് വരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ രാജേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ്? വലിയ ശല്യായിരുന്നു. Correct, she's അതെന്താ അങ്ങനെ? ഈ ടോർച്ചറിങ് തന്നെ, ഓൺ സ്ക്രീനും ടോർച്ചർ, ഓഫ് സ്ക്രീനും ടോർച്ചർ. വഴിയായി ചെയ്യ വയ്യ. ബാംഗ്ലൂരിൽ നിന്ന് രംഗണനെ വിളിക്കേണ്ടി വരുമോ? കൊട്ടേഷൻ രംഗണന അമ്പാനും നമ്മുടെ ആൾക്കാരാട്ടോ. ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇതൊക്കെ. അല്ല, ഇനിയിപ്പോ ടർബോ ജോസ് വരുന്നുണ്ടല്ലോ. രംഗണ്ണ ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടർബോ ജോസ്. ആക്ച്വലി ടർബോ ജോസിന് എനിക്ക് ഇവിടെ കിട്ടിയില്ല. എൻ്റെതായ കുറച്ച് ഇതുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ടർബോ ജോസ്, ആ പേര് തന്നെ എന്നാ പവറാ അല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ മിഥുൻ ചേട്ടനെ എനിക്കിവിടെ കിട്ടില്ല, ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. മിഥുൻ ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളോട് ചോദിക്കാം, അത് ശബരീഷ് ചേട്ടനോട് തന്നെ ചോദിക്കാം. ടർബോ ജോസ് എന്ന ക്യാരക്ടർ മമ്മൂക്ക ചെയ്യുമ്പോൾ മമ്മൂക്ക നമ്മൾ ഇത്രയും നാൾ ഇപ്പോൾ ഷൈലോക്ക്, രാജമാണിക്കം, അതുപോലെ മമ്മൂക്ക പോക്കിരിരാജ്, ഒത്തിരി ഭയങ്കര മാസ് പടങ്ങളിലിട്ടു. ഷൈലോക്ക് എന്നൊക്കെ പറയുന്നത് ആ ബാക്കിൽ കാണുന്ന കറുത്ത ഷർട്ട്, അത് കാണുമ്പോൾ എനിക്ക് ഷൈലോക്ക് ഓർമ്മ വരുന്നത്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ടർബോയിലെ ജോസ് എന്ന ക്യാരക്ടർ? ഇതിന്റെ സിനാരിയോ ആണ്. ആ സിനിമകളിൽ ആ ക്യാരക്ടേഴ്സ് സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളല്ല ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ടോട്ടലി ടർബോ ജോസിന്റെ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങളും ക്യാരക്ടേഴ്സും എല്ലാം ടോട്ടൽ അത് തന്നെയാണ് ഈ പടത്തിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അത് നോക്കി കഴിഞ്ഞാൽ ഒരു സിമിലർ ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ആ ഒരു മാസ് മസാല ജോണർ, ആ ജോണർ സിമിലർ ആണ്.
പക്ഷെ ടർബോ ജോസ് അവരാരും ഷൈലോക്ക് ചെന്ന് പെട്ട സ്ഥലത്തോ രാജമാണിക്യം ചെന്ന് പെട്ട സ്ഥലത്തോ പോക്കിരി രാജയിലെ അത് ആ സിനാരിയോ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആറ്റിറ്റ്യൂഡ് എന്താ പറഞ്ഞ ആ ഒരു ഒരു മാച്ചോ ഇതുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ടർബോ എന്ന് പേരിട്ടിരിക്കുന്നത്. ടർബോ എഞ്ചിൻ ഓൺ ചെയ്ത പോലെ ഇരിക്കും, അതുകൊണ്ടാണ് ടർബോ ജോസ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതെ, അട്ടി തുടങ്ങിയാൽ ആ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ട്രെയിലറിൽ തന്നെ പറയുന്നില്ലേ, ഞാനിവിടെ വീഴുവാണേ എൻ്റെ ഒരു 10-15 പേരും കൂടി ഉണ്ടാവും എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ടർബോ ജോസിന്റെ ആറ്റിറ്റ്യൂഡ്. പുള്ളിയുടെ ഇതിൻ്റെ അകത്ത് പുള്ളി മീറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും പുള്ളി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതാണ് ടർബോ എന്ന് പറഞ്ഞപ്പോൾ സിനിമയും വ്യത്യസ്തമാക്കുന്നത്. മമ്മൂക്കാന്റെ കൂടെ അതിനകത്ത് നിങ്ങൾ ഒരാളായിട്ട് അഭിനയിക്കാൻ, മമ്മൂക്കാന്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയെന്നുണ്ട്. പക്ഷെ അഭിനീഷ് ചേട്ടന്റെ രീതിയിൽ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ? ചുമ്മാ സെറ്റ് ചെയ്ത് ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു പ്രിപ്പറേഷൻസ് വല്ല എടുത്തായിരുന്നു? ബിക്കോസ് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എൻ്റെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ആ ഒരു സ്ലാങ് ഇടുക്കി ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. ചെറുതായിട്ട് എനിക്ക് ആ ഫ്ലേവർ വന്നാൽ മതി, ജസ്റ്റ് ഒന്ന് ആ സ്ലാങ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ എന്ന് പറഞ്ഞാൽ അതിന് പ്യുവറായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല, ആ ഒരു ഫ്ലേവർ വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പൊളിയാറുണ്ട് അവിടെ ചെന്ന്. കാരണം അപ്പൊ ഡയറക്ടറിന് എന്താ വേണ്ടത്, ഡയറക്ടർ പറയുന്ന പോലെ. പിന്നെ അത്ര വലിയ അതിൻ്റെ ക്യാരക്ടർ ഇപ്പം ആടുജീവിതം പോലത്തെ ഒരു ക്യാരക്ടറാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാടുണ്ട് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഭയങ്കര നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തലങ്കം വിലങ്കം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഭീമന്മാരുള്ള സമയത്ത് ഞാനവിടെ ചെല്ലുന്നു. ഇത് സ്വീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ സക്സസ്ഫുൾ ആയിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ എൻ്റെ 50% ക്രെഡിറ്റ് ഗോസ് ടു വൈശാഖേട്ടൻ. വൈശാഖേട്ടൻ അത്രത്തോളം ഇൻപുട്ട് തന്നിട്ടുണ്ട്. മിഥുൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും വലിയൊരു, ഞാൻ പലപ്പോഴും വന്നു പോവുമായിരുന്നു, സ്ഥിരമായിട്ടുണ്ടാവാറില്ല, പലപ്പോഴും ആവശ്യമനുസരിച്ചിട്ട് വന്നു പോവുമായിരുന്നു. അത് അപ്പം അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൊരു കാര്യമല്ലേ. ഇപ്പൊ ചേച്ചിക്ക് തന്നെ എടുക്കുവാണെങ്കിൽ മമ്മൂക്കാന്റെ കൂടെ ചെയ്യുമ്പോ ഇതിനകത്ത് എനിക്കൊന്ന് ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളൊക്കെ എന്തോ ഈ കാണിച്ചു, അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നില്ലേ. അപ്പൊ ഇമോഷണലും വരുന്നുണ്ട്, ദേഷ്യപ്പെട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തു ഈ ഒരു സമയത്ത്, സെറ്റ് സീനിലായിക്കോട്ടെ? അല്ല, അത് ഇപ്പൊ ശബരീഷ് പറഞ്ഞോളൂ, നമ്മൾ നേരത്തെ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓൺ ദ സ്പോട്ട് വൈശാഖ് സർ എന്താണ് പറയുന്നത്, മമ്മൂക്കയുടെ ഇൻപുട്സ് എന്താണ്, അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും ആണ് നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറിയ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഓക്കെ എനിക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. നമുക്ക് ഇനി ആ സിറ്റുവേഷൻസ് എങ്ങനെ ബിഹേവ് ചെയ്യണം ആ ക്യാരക്ടർ എന്നുള്ളത് മാത്രം അത് വൈശാഖേട്ടനൊക്കെ നന്നായിട്ട് അഭിനയിച്ചൊക്കെ കാണിച്ചു തരും. ഞാനത് കോപ്പി ചെയ്താലും മതി. എനിക്ക് മമ്മൂക്കയുടെ മുമ്പിലൊക്കെ ഇമോഷണലായി ആവേണ്ടി വന്നു. മമ്മൂക്കയും ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ണൂർ സ്കോട്ടിന്റെ സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എൻ്റെ പല ഡയലോഗ്സ് അതിൻ്റെ അകത്താണെങ്കിൽ സിംഗ് സൗണ്ടും ആയിരുന്നു, ഞാൻ കണ്ണൂർ ഭാഷയും സംസാരിക്കണമായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര പ്രിപ്പറേഷൻസ് വേണമായിരുന്നു. ഞാൻ ഷോട്ടിന് മുമ്പ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, സ്ലാങ് പഠിപ്പിക്കാൻ ആളുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ടെക്നിക്കൽ വാക്കുകളൊക്കെ പറയാനുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം എനിക്ക് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കൊക്കെ വന്ന് ഭയങ്കര ഇതിനകത്ത് മമ്മൂക്കയുടെയും തെറ്റും മമ്മൂക്കത് പറഞ്ഞു തരും നമുക്ക്. ഇതൊക്കെ എല്ലാവർക്കും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സംഭവിക്കുന്ന ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ്. നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു കാര്യം ഇനിയാണുള്ളത്, ഇനി പ്രേക്ഷകരുടെ ഭാഗത്ത്. എനിക്ക് മമ്മൂക്ക എല്ലാവരെയും കംഫർട്ടബിൾ ആക്കുന്ന ആക്ടറാണ്. പക്ഷേ മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് ഒരു ഇമോഷണൽ ഇതുണ്ടായിരുന്നു. അത് ഡയലോഗല്ല, ഡയലോഗ് ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ. പക്ഷേ ഇമോഷണൽ റിയാക്ഷൻ ഉണ്ട് മമ്മൂക്കയുടെ. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ശ്രദ്ധിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ അത് നമ്മൾ അയ്യോ എന്ന് വെച്ചാൽ മമ്മൂക്ക ഒന്നും പറയുമെന്നോ വഴക്ക് പറയുന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് എന്താ പറയുക, ഇത്രയും വലിയൊരു ലെജൻഡറി ആക്ടറിന്റെ മുമ്പിൽ നമ്മൾ ഇമോഷണൽ റിയാക്ഷൻ വരണം. ആൻഡ് ഇറ്റ്സ് ഓൺലി എ ഷോർട്ട്, ഇത് ഡയലോഗ് ഇല്ലാത്ത പോർഷനാണ്. അപ്പോൾ നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഹി സെഡ് ഓക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിലീഫായിരുന്നു. ഈ നിരഞ്ജനയ്ക്ക് മമ്മൂക്കാന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷൻസ് ഈ ഇവരൊക്കെ തന്നെ പറഞ്ഞതുപോലെ വൈശാഖേട്ടൻ വളരെ ക്ലിയർ ആയിരുന്നു. പ്രീവിയസ്ലി ഇപ്പം നമ്മൾ വരുന്നതിന് മുന്നേ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് വരേണ്ട ആവശ്യമില്ല, വന്നു കഴിഞ്ഞിട്ട് ബ്രീഫിനനുസരിച്ച് പോയാൽ മതി എന്ന് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാനുണ്ടോ. അപ്പോൾ പുള്ളി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ നല്ല മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു സെറ്റിൽ പലപ്പോഴായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ക്ലിയർ ആണ് അവർക്ക് എന്താ വേണ്ടത്, ഓരോരുത്തരിൽ നിന്നും എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ. കോമ്പിനേഷൻ്റെ സമയത്ത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സാഹചര്യമൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ. പക്ഷെ കുറച്ചധികം നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവസാനം കാറ്റ് മാത്രമായി വരുന്നത്, ശബ്ദമൊന്നും വരുന്നില്ല.
അല്ല പല പല തെക്ക് വടക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പല ആക്സസ് എടുക്കില്ലേ. അപ്പൊ കുറെ കഴിയും നമ്മൾ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവ ട്രൈങ് ടു ബ്രിങ് ഇൻ ദ സെയിം തിങ്. അപ്പൊ കുറച്ച് അത്ര എക്സ്പീരിയൻസ് അല്ല എനിക്കുള്ളൂ. അപ്പൊ കുറച്ചേരം കഴിഞ്ഞപ്പോ ഒന്നും വരുന്നില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. വരാൻ ആഗ്രഹമുണ്ട്, ഒച്ച വരുന്നില്ല. കറക്റ്റ് അല്ല അങ്ങനെയുള്ള അവസ്ഥ വരുന്നത് എന്നുവെച്ചാൽ നമ്മൾ കാരണം ഒരു ഡിലേ വരുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഷറാണ്. ആരും നമ്മൾ കാരണം ബുദ്ധിമുട്ടരുത് എന്നൊക്കെ അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ പറഞ്ഞ നമുക്ക് ഉള്ളപ്പോ ബ്രീത് ഇൻ, ഇങ്ങനെ ബ്രീത് ഔട്ട്, even the way she breathed in, okay, breathe in ചെറുതായിട്ട് അത്ര അന്നും എടുത്തോളൂ. കുറച്ച് പറ്റുന്നില്ലെന്നൊക്കെ. കാരണം എനിക്കിത് ഒരുപാട് നീണ്ടുപോയത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവരുത് എന്നുള്ളത് മൈൻഡിലുണ്ട്. അതിന്റെ എല്ലാ ശ്വാസം കിട്ടിയില്ലെങ്കിൽ അവിടെ ഞാൻ കുറച്ചെടുക്കുന്നു. അപ്പൊ അല്ല, ആ സമയത്ത് ആ പ്രഷർ കാരണം മൊത്തം മറ്റേ ഡിസ്ഫങ്ഷനലായി. അത് കഴിഞ്ഞ് അദ്ദേഹം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇനി അതേ ഇമോഷനില് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ടേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ, ഭയങ്കര കൺസിഡറേറ്റ്, നമുക്ക് ഓക്കെ ആണോ, ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീണ്ടും ചെയ്യണമെന്ന്. ഇനി എങ്ങാനും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നും വന്നില്ലെങ്കിൽ അത് അതിലേറെ വലിയ മാനക്കേടെ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതാ, അതൊക്കെ ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത്. എന്ത് തോന്നി നിരഞ്ജനയുടെ ആരെയും വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര സ്പെസിഫിക് ആണ്, എന്താ വേണ്ടത്, എത്രത്തോളമാണ് വേണ്ടത്, അങ്ങനെ ഭയങ്കര കൃത്യമായ ഡയമെൻഷൻ. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ മോർ ദൻ മൈ കോൺട്രിബ്യൂഷൻസ് ഐ തിങ്ക് അവരെന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ടേ ഉള്ളൂ ത്രൂ ദ പ്രോസസ്. അവിടെ നല്ലൊരു ഔട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആവട്ടെ. രാജേട്ടൻ ഡയറക്ടറാണ്, കോ-റൈറ്ററാണ്, ആക്ടറാണ്, എടുക്കുകയാണെങ്കിൽ ലിസ്റ്റ് സിനിമയുടെ ഫുൾ പ്രൊഡ്യൂസറാണ്. ആണല്ലേ? എവിടെ സമയം അതിനും കൂടെ സമയം. ഇപ്പൊ തന്നെ ഒത്തിരി പണിയുണ്ട്. ഇനി എനിക്ക് ആർജി ചെയ്യുമ്പോൾ വേണ്ടെന്നൊക്കെ കഷ്ടമുണ്ട്. പാവായിട്ട് മോൻ നോക്കും. അതെ, നമുക്ക് ഇതിലോട്ട് വരാം. അപ്പം എനിക്കത് രാജേട്ടൻ്റെ ഒരു ഡാൻസ് ഉണ്ട്, ടൈഗർ ഡാൻസ്. അയ്യോ, ആ ഒരു മൊമെന്റ് റോഡിൽ നിന്ന് ആ ഒരു എന്തോ അത് വല്ലാതെ ഡാൻസ്. ആ ഡാൻസ് അതിനെ കണ്ടിട്ട് എന്റെ മുന്നേ ഇതെന്താ ഇങ്ങനെയൊക്കെ അതെ. ആ ഒരു മൊമെന്റ് ഒന്ന് പറയാം. ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കണ്ട, ജസ്റ്റ് ആ മൊമെന്റ്. അതെന്താ വെച്ചാൽ ആ സീനില് ആ ഒരു വലിയ കഥാർസിസ് ആണ്. ആ ക്യാരക്ടർ ഹിസ് നോട്ട് ഡാൻസിങ് ഫോർ ദ വേൾഡ്. Maybe his inner world is actually exhibited in the outer world. Yes. And at that time, the time stops. If you see, nothing moves except him in the frame. Only him is moving. And the rain is pouring so that he might calm down. It has the effect of that calming. So when I had to, normally if you do a tiger dance, you can dance maximum for 30 seconds. Because it's so energetic. You need to hit the ground in such this thing. And imagine Shiva dancing that tiger dance. It should have the complete energy. For maybe 2 days I didn't speak to anyone. I was just sitting like this, shot ready. I would get up and with all my energy I would dance and then again sit. I wouldn't speak to anyone. I divided all the shots, every angle that I want, every equipment that I want. We had rehearsed in the sense like, me and my cinematographer Praveen Shriyan. We had actually completely like visioned how it should come. I wouldn't even look at the frame because then I would repeat it. It is about like, I staying in that anger, then exhibiting that anger. The first shot, the shouting, I didn't actually wanted to shout. That was not in the plan. What happened was, they were playing that is called as Tasa and Dolu. They were playing it and I was so enraged, I was shivering, but I cannot dance. I can hear the sound, but I cannot just lift my leg and put it in the energy because I was so overwhelmed that my body is choking. It cannot take this intensity, cannot take. So I hit one leg, I hit two leg, the step is not coming.
that is when without my understanding, I shouted. Without my understanding, I'm like, yeah, I didn't know how I shouted, and that became the most popular shot of that, which was not at all Dance, planned. yeah, definitely. That was in the 48 frames. Yeah, that, and after that I could dance, but my whole skin was gone because I was dancing in the tar road for 2 days. But I didn't even look at my feet because you can't. If you do that, like you won't be able 2 ദിവസം കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് നടക്കാൻ വയ്യെന്നൊക്കെ. ഓക്കെ, അതായിരുന്നു. അപ്പൊ ആ ഒരു ഒത്തിരി പറയാനുണ്ടല്ലേ, ആ ഒരു 2 ദിവസത്തെ ആ ഒരു ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി അത് നല്ല അത് ഹിറ്റ് ശരിക്കും ഉള്ളു തുറന്നത് ജസ്റ്റ് ലൈക്ക് ഋഷഭ് ഷെട്ടി കാന്താര. ഡെഫിനറ്റ്ലി ഇപ്പൊ കാന്താരക്കകത്ത് co-writer of കാന്താര, right? co-writer അല്ല, co-writer പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടി സീൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്, Okay, okay. കുറച്ചും കൂടി ഡയലോഗ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. Okay, okay. ആ കൾച്ചർ എന്റെ കൾച്ചറാണ്, പക്ഷെ അതിന്റെ ഫിലോസഫി അത് ഇത് ഏതായെങ്കിൽ കുറച്ചും കൂടി അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് പറയും, സോ ഇത് സീൻ ഇങ്ങനെ ഉണ്ട്, എന്തായെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതൊരു ഡയലോഗ് എനിക്ക് തരാൻ പറ്റുമോ. പിന്നെ അതിന്റെ ആദ്യത്തെ സീൻ വരുമല്ലേ, ആ രാജാവിന്റെ കഥ വരുമല്ലേ, അത് അല്ല ഫസ്റ്റ് പാർട്ട് അത് ഞാൻ എഴുതിയിട്ടുള്ള ആ പാട്ട്, ആ ലെജൻഡ് പാട്ട് I wrote it. Other than that, like the dialogues or discussion that I have done, and with that in the end part the Theyyam will come, that I had gone to choreograph. തെയ്യത്തിന് അവിടെ എന്താ പറയുക? Nema is niyama. Niyama is rules, means it should follow in the rule. That's why niyama. Ade niyama. ഹിന്ദിയിൽ സാൻസ്ക്രിറ്റ് വേർഡ് ഹിന്ദി niyam. ഓക്കെ ഓക്കെ. എനിവേ ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ഒരു കാര്യം കൂടെ. ആര് പെറ്റ് ലവർ? എല്ലാരും പെറ്റ് ലവറാ. ഫോൺ സ്ക്രീൻ ഒക്കെ കാണിക്കുന്നത് കാണിച്ച് എന്റെ കുഞ്ഞിനെ ആദ്യം കാണിച്ചു കൊടുക്കട്ടെ. അതെ, she is so beautiful. Please. എന്റെ ഭാര്യ പ്രസവിച്ചതാ. അയ്യേ, എന്താ പേര്? കൺമണി അൻപോടെ വേറൊരുത്തനും കൂടി 777 ചാർലിക്കകത്തും ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതെ എഴുതിയിട്ടുണ്ട്. I couldn't watch that movie. That's fine. Still Hachiko is No. Then don't watch. അതാണ് എനിക്ക് കാണാൻ. Don't watch. കരയാനല്ലേ? Don't watch. അത് അത് സ്പോയിലർ അല്ലല്ലോ, പഴയ പടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതിന്റെ ക്ലൈമാക്സ് അങ്ങനെയാണെന്ന് എനിക്ക് കേട്ടിട്ട് എനിക്ക് കാണാൻ പേടി, കാരണം ഞാൻ വലിയ ഡോഗ് ലവറാണ്. വിഷമാവും. He has so many dogs. So many dogs. I have many dogs. I lost one recently. I was so devastated. എനിക്കത് അറിയാവുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഭയങ്കര ഡോഗ് ലവർ I ആണ്. never felt any breakup that intense. Like I thought I was strong, but I was broken to pieces. Even now, like it feels so very hard. You contribute creative contribution, Charlie. Yeah, I wrote. Complete. ഓക്കെ. എനിവേ നമ്മുടെ മൂവി തിയേറ്ററിലേക്ക് വരുവാണ്. ഫൈനലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാളിൽ നിന്ന് തുടങ്ങണോ അതോ എല്ലാവരും കൂടെ പറയുമോ, എന്താണ് മൂവിനെ പറ്റി? ഫൈനലി തിയേറ്ററിൽ വരുവാണ്, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞോ, തുടങ്ങിക്കോ. അതൊരു എന്റർടൈനർ ആണ്, ഒരു മാസ് മസാല എന്റർടൈനർ ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യുക. മമ്മൂട്ടി കമ്പനിയുടെ, മമ്മൂക്കയുടെ, ടർബോ ജോസിനെ എൻജോയ് ചെയ്യാൻ, വൈശാഖേട്ടൻ്റെ പടം, മിഥുൻ്റെ പടം, ഷമീറിൻ്റെ പടം, ഞങ്ങളുടെ എല്ലാവരുടെയും സിനിമയാണിത്. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വലിയ പടമാണ്. നമ്മളെ തമിഴിലെയും ഇവരൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞ ജയിലർ, ലിയോ ഒക്കെ പോലെ ഒരു അങ്ങനത്തെ ഒരു എൻ്റർടൈനറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അത് കാണാനായിട്ട് വരിക. അത്രേ പറയാനുള്ളൂ. Same, like I really feel I had told in many interviews there are two kinds of film. One is made to reflect life, one is made to forget life. Entertainers are to forget your life and whistle for a star who has actually contributed a lot to your life. I think this is one such kind of film where you can actually cheer for the star that you have embraced for decades and who has contributed to the industry for decades. So come and cheer for Turbo Joss. എനിവേ സിത്താരയുടെയും ഇന്ദുലേഖയുടെയും ഈ പറയുന്ന രാജേട്ടന്റെയും ശബരീഷേട്ടന്റെയും ജെറിയുടെയും എല്ലാവരുടെയും വലിയൊരു സക്സസ് ആവട്ടെ ടർബോ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് 100 ദിവസം കടക്കട്ടെ, 100 ഡേയ്സ് കടക്കട്ടെ, അതുപോലെ ക്രോറിലോട്ടും കടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. Thank you so much.